ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഡിജിറ്റൽ തെളിവുകളിൽ കുരുങ്ങി പ്രതികൾ. സൈബർ ഫോറൻസിക് പരിശോധന പൂർത്തിയായ ഡിജിറ്റൽ ഡിവൈസുകളിലെ തെളിവുകൾ മുൻനിർത്തിയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി, എൻ വാസു, മുരാരി ബാബു എന്നിവർക്കെതിരെയാണ് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകൾ. തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുന്ന ഇഡിയുടെ ചോദ്യം ചെയ്യലുകളും നേരത്തെ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും കസ്റ്റഡിയിലെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളുടെയും അടിസ്ഥാനത്തിലാകും. മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ എന്നിവയെല്ലാം റെയ്ഡിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ നിർണായക രേഖകൾക്കൊപ്പം ഡിജിറ്റൽ ഡിവൈസുകളും കസ്റ്റഡിയിലെടുത്തിരുന്നു. റെയ്ഡിനൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങളും പരിശോധിച്ചിരുന്നു. ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സുകൾ, കരാറുകൾ എന്നിവയെല്ലാം പരിശോധിച്ചതാണ്. ഡിജിറ്റൽ ഡിവൈസുകളിൽ ചിലത് ആദ്യം അന്വേഷണം ആരംഭിച്ച SIT നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇഡിയുടെ തന്നെ സൈബർ സാങ്കേതിക വിദഗ്ധ സംഘമാണ് ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന പൂർത്തിയാക്കിയത്. ഇഡി ഓഫീസിലായിരുന്നു പരിശോധന. സൈബർ ഫോറൻസിക് റിപ്പോർട്ട് കോടതിയിലും പ്രധാന തെളിവാകും. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാർ എന്നിവരെ കൊച്ചി ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നു. SIT കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. ജനം, കൊച്ചി.